ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ്? അതായത് ഞാൻ പണ്ട് ഏറ്റവും ആദ്യം ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോയി. ആ ഞാൻ പരാജയം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഞാൻ വൻ ദുരന്തമായിരുന്നു. വൻ ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അങ്ങനത്തെ ഒരു ഷോ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയി. അതിന്റെ ജഡ്ജായിരുന്നു ഇദ്ദേഹം. ആ ഷോയിന്റെ ജഡ്ജായിരുന്നു. ചേട്ടനെന്നാ ഉപദേശിച്ചൊരു വഴിയായി. കാര്യം ഞാൻ മറ്റേ ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന ടൈമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ മറ്റേ ഇർഫാൻ ഖാൻ, നസ്രുദ്ദീൻ ഷാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി. പക്ഷെ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എനിക്ക് 5-8 പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിലും എനിക്കൊരു പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ടൈമിന് മറ്റേ ബസ് കാശ് കൂടി ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഷോ ഹോസ്റ്റ് ചെയ്യണ കാര്യം. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഷോ ഹോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വേറെ നിവൃത്തിയില്ലല്ലോ മോനെ, നീ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ വന്നിട്ടും എനിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ അവിടെ ടൈം ഇർഫാൻ ഖാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെൽക്കം ടു ആക്ടീവ് ബിഗ് ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പാളിയിരിക്കുക കേട്ടോ. എന്നെയാണെങ്കിൽ ഇവർ കമ്മിറ്റ് ചെയ്ത് പോയി. എനിക്ക് പൈസയും കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് പോയി. എന്നെ മാറ്റാനും പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ പുള്ളിയൊക്കെ അവിടെ നിന്ന് പെട്ടിട്ട് എന്നോട് പുള്ളിയൊക്കെ അവിടെ നിന്ന് പറയും, എൻ്റെ പൊന്ന് വിനയ് മറ്റേ എനർജി വേണം ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ആ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കിന് 500 ആവശ്യപ്പെട്ടാൽ 1 കിലോ കൊടുക്കേണ്ട കാലമാണ്. അവിടെയാണ് പുള്ളി 250 ഗ്രാം കൊടുക്കുന്നത്. ഇപ്പൊ കറക്റ്റാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മളും ഇപ്പൊ അതിലേക്ക് വന്നു. പക്ഷെ അന്നേ അത് വിനയ് ആ ദീർഘവീക്ഷണത്തോടു കൂടി അത് ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പം മികച്ചൊരു നടനായി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇക്ക പറഞ്ഞില്ലേ, ഒരുപാട് ഫാൻ ബേസ്, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു മികച്ച കലാകാരനായി മാറി. അത്യാവശ്യം നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ആളുകളുടെ മനസ്സിലിപ്പോൾ വിനയുണ്ട്.